ഹായ് ഗായ്സ്, ഗ്ലിബർ എന്നോട് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇന്നലെ രാത്രിയോടെ ഹോട്ട്സ്റ്റാറിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ 7 മത്സരാർത്ഥികളാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് ചൂടുറപ്പിച്ചിരിക്കുന്നത്. ആ 7 പേരിൽ നിന്ന് ഒരാൾ ഇത്തവണ മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തു പോകുമായിരിക്കും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള 7 മത്സരാർത്ഥികൾ ആദില, അനീഷ്, നെവിൻ, നൂറ, ഷാനവാസ്, അനുമോൾ. അപ്പം ഈ 7 പേരിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തതെന്നും കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വരിമണിക്കൂറിലെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ചാനലൊന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് രാവിലെ 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് അനുമോളാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. ഗ്രാൻഡ് ഫിനാലെ വോട്ടിങ്ങിൻ്റെ തുടക്കം തന്നെ അനുമോൾ തൻ്റെ മികവ് പുലർത്തിയിരിക്കുകയാണ്. 10,235 എന്ന കൂറ്റൻ വോട്ടാണ് വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ നേടി അനീഷുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 1ാം പൊസിഷൻ കൈയടക്കി നിലനിർത്തിയിരിക്കുന്നത്. 2ാം പൊസിഷനിൽ അനീഷാണുള്ളത്. വോട്ടിങ്ങിൻ്റെ തുടക്കം തന്നെ അനീഷ് അനുമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയെങ്കിൽ കൂടെ അനുമോളെ അട്ടിമറിക്കാൻ തക്ക വിധത്തിലൊരു വോട്ടിംഗ് പ്രകടനം വന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ 9,188 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ ഷാനവാസാണുള്ളത്. ഷാനവാസിന് ഒരു ജേതാവാകാൻ തക്ക വിധത്തിലൊരു വോട്ടിംഗ് പ്രകടനം വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ കണ്ടിട്ടില്ല. ഇനി വരും മണിക്കൂറിൽ മാറ്റമുണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ 7,654 വോട്ട് നേടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറ ഒരു ജേതാകാകുമെന്ന് വിചാരിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ആ ഒരു മികവ് വോട്ടിങ്ങിൽ കണ്ടുവരുന്നില്ല. ഇപ്പോൾ 7,455 വോട്ട് മാത്രം നേടി ഷാനവാസിൻ്റെ തൊട്ടു പിന്നിലായി 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിൻ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് പ്രകടനം വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ 1ാം പൊസിഷൻ അട്ടിമറിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം ഇതുവരെയും വന്നിട്ടില്ല. 5,890 വോട്ട് നേടി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബർ നെവിന് തൊട്ട് പിന്നിലായിട്ടാണ് വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ വോട്ട് നേടിയിരിക്കുന്നത്. ഇപ്പോൾ 5,648 വോട്ടിൻ്റെ ബലത്തിൽ 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. നൂറ ഉള്ളത് കൊണ്ട് തന്നെ ആദിലയ്ക്ക് വോട്ടിങ്ങിൽ നല്ലൊരു ഇടിവ് കണ്ടുവരുന്നുണ്ട്. വോട്ടിങ്ങിൻ്റെ തുടക്കം തന്നെ മോശമായ ഒരു വോട്ടിംഗ് പ്രകടനമാണ് ആദിലയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 5,142 വോട്ട് നേടി 7ാം പൊസിഷനാണുള്ളത്. മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെങ്കിൽ ആദില പുറത്തു പോകും.